ബാക്കി പ്രജി നമുക്ക് ബ്രേക്ക് വേണം. നമുക്കൊരു ബ്രേക്ക് വേണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രോൺ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആകാശ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് ഒറ്റ പോക്കം. ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസുമായി ക്രിസ്ത്യാൻ ചെറിയ ചേരും പ്രേക്ഷകർക്കൊപ്പം. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തോളൂ, ശബ്ദം അടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചില സ്ഥലത്തൊക്കെ ചെന്നപ്പോഴേ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു. പ്രത്യേകിച്ച് പിള്ളൂർ എസ് എൻ കോളേജിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-40 മിനിറ്റ് നമ്മൾ അത്യുച്ചത്തിൽ സംസാരിച്ചു. അത് അതിനൊരു 8-10 യോഗമായപ്പോഴത്തേന് നമ്മുടെ രാഷ്ട്രീയക്കാരൊന്നുമല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് ഇവർ രണ്ടുപേരായിരിക്കും കൂടുതൽ. ഞാൻ കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ പുട്ടിന് പീര പോലെ ഉണ്ടാവും. ഞാൻ ഇരിക്കുകയാണ്. 3 പേരാണ് SKN നിരാഹാര സമരത്തിൽ മാറി നിരാഹാര സമരത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അപ്പോ ആ സമയത്താണ് ആരോഗ്യമന്ത്രി ഇന്നിപ്പോൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. നിർണായകമായ കൂടിക്കാഴ്ചകൾ തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. വിനീത VG അതിന്റെ വിശദാംശങ്ങളുമായുണ്ട്. വിനീത, എപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കേന്ദ്രം നൽകേണ്ടത് നൽകുന്നില്ല, അത് നൽകിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നതാണ്. അപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചകൾ വളരെ നിർണായകമാണ്. ആരൊക്കെയായാണ് ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തുക, എപ്പോഴാണത്? വെരി ഗുഡ് മോർണിംഗ് SKN. അത് കാണാം. SKN 14 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലേക്ക് പോവാം. ബാക്കി പ്രജി നമുക്ക് ബ്രേക്ക് വേണം. നമുക്കൊരു ബ്രേക്ക് വേണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രോൺ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആകാശ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് ഒറ്റ പോക്കം. ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസുമായി ക്രിസ്ത്യാൻ ചെറിയ ചേരും പ്രേക്ഷകർക്കൊപ്പം. ഏർപ്പെടുക എന്നുള്ളതാണ്. അപ്പോ ആ സമയത്താണ് ആരോഗ്യമന്ത്രി ഇന്നിപ്പോൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. നിർണായകമായ കൂടിക്കാഴ്ചകൾ തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. വിനീത VG അതിന്റെ വിശദാംശങ്ങളുമായുണ്ട്. വിനീത, എപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കേന്ദ്രം നൽകേണ്ടത് നൽകുന്നില്ല, അത് നൽകിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നതാണ്. അപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചകൾ വളരെ നിർണായകമാണ്. ആരൊക്കെയായാണ് ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തുക, എപ്പോഴാണത്?